ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്ക വേവിച്ചതാണ്. മീൻകറിയുടെ കൂടെയെല്ലാം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചക്ക വേവിച്ചതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേറൊരു സാധനം കൂടെ ഇന്ന് ഞാൻ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് കാണിക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് മറക്കാതെ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചക്കച്ചുളയെല്ലാം വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 5-10 ചക്കക്കുരു മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ചുള മാത്രമാകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ കുരുവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് വെക്കാൻ ആവശ്യമായ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ചക്ക മുറിച്ചതെല്ലാം വെക്കാൻ ആവശ്യമായ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ചേർക്കേണ്ടതാണ് അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾക്ക് വേണ്ടുന്നതാണ് രുചിക്കനുസരിച്ച ഉപ്പ്. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് അതിലേക്ക് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. വളരെ കുറച്ച് പറഞ്ഞാൽ ചക്ക വേവണം, അതിനാവശ്യമായ വെള്ളം. ഈ ഒരു ബൗളിന് 1/4 ബൗള് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾക്കിത് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ചക്ക വെന്ത് പകുതി ആവുന്നതിൻ്റെ ഇടയിൽ ഗ്യാസ് തീർന്നു പോയി കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇൻഡക്ഷൻ അടുപ്പിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉണ്ട് വേവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ആ ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു മസാല കൂട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഒരു 1/4 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-25 വെളുത്തുള്ളി ചതച്ചിട്ടത്. പിന്നെ 2 പച്ചമുളക് മാത്രമേ എടുത്തിട്ടേ, കാരണം അതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ അതുകൊണ്ട് 2 പച്ചമുളക് ചേർത്തത്. കൂടുതൽ എരിവായാലും പിന്നെ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് 2 പച്ചമുളക് മാത്രം എടുത്തത്. അപ്പോൾ ഇത് 3ഉം കൂടി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒതുക്കി എടുക്കുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ അമ്മിയുടെ ചെറിയ ആ കുട്ടി വെച്ചിട്ട് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചക്കയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ സമയം വെച്ചാൽ കരിഞ്ഞു പോകും അതിൻ്റെ അടിയിൽ. ഇൻഡക്ഷൻ അടുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയും വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് പിന്നെ തേങ്ങായും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത മസാലക്കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെക്കുമ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും തോന്നുന്നു. കൂടാതെ പുറത്ത് നല്ല മഴക്കാറുമുണ്ട്. അപ്പോൾ ഈ മസാല ചേർത്തിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ തേങ്ങയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്ന ചെറിയൊരു നല്ല ടേസ്റ്റ് കിട്ടും. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്ക സീസൺ അല്ലേ ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.